ആരോഗ്യരംഗത്തെ അഴിമതിക്കെതിരെ പ്രതികരിച്ചാൽ പ്രതികരിക്കുന്നവരുടെ ജോലി ഇല്ലാതാക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് വെളയോടി വേണുഗോപാൽ. പിന്നാക്ക വിഭാഗക്കാർക്ക് തൊഴിൽ നൽകുന്ന മെഡികെയേഴ്സിനെ തകർക്കുന്ന ഉദ്യോഗസ്ഥ സ്വകാര്യ ലോബികളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയമെന്നും വെളയോടി വേണുഗോപാൽ പറഞ്ഞു. കേന്ദ്ര ധന്വന്തരി സംഘ സംസ്ഥാന ചെയർമാൻ BS രാധാകൃഷ്ണൻ കളക്ടറേറ്റിനു മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് മരുന്നുകൾ ലഭ്യമാക്കാനാണ് മെഡികെയേഴ്സ് മെഡിക്കൽ ഷോപ്പുകൾ ആരംഭിച്ചത്. മെഡികെയേഴ്സിനെ തകർക്കാൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ മരുന്ന് കമ്പനി ഏജന്റുകളുമായി ചേർന്ന് കൊള്ള നടത്തുകയാണ്. മെഡികെയേഴ്സിൽ ജോലി ചെയ്യുന്ന പിന്നാക്ക വിഭാഗക്കാരായ ഉദ്യോഗസ്ഥരെ മാനസികമായി പീഡിപ്പിക്കുന്നതും തൊഴിൽ നിഷേധിക്കുന്നതും പതിവാണ്. വ്യക്തമായ തെളിവുകൾ നൽകിയിട്ടും അനീതി നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. ഭരണകക്ഷി രാഷ്ട്രീയ തണലിലാണ് ഉദ്യോഗസ്ഥർ കൊള്ള നടത്തുന്നതെന്നും വെളയോടി വേണുഗോപാൽ ആരോപിച്ചു. പെൻഷൻ പ്രായം 60 വേണ്ടി ഉള്ള സമരമാണ്. അതുമാത്രമല്ല, മെഡികെയേഴ്സിൽ ഇതുവരെയായിട്ട് സൂപ്രണ്ടും അസിസ്റ്റന്റ് സൂപ്രണ്ടും നടത്തിയ അഴിമതി കണ്ടുപിടിച്ച് കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. അതുമാത്രമല്ല, മെഡികെയേഴ്സ് ജീവനക്കാരെ സൂപ്രണ്ടിൻ്റെയും അസിസ്റ്റന്റ് സൂപ്രണ്ടിൻ്റെയും താല്പര്യങ്ങൾക്കും പല ഇംഗിതങ്ങൾക്കും വഴങ്ങാത്തതിൻ്റെ പേരിൽ പന്ത് തട്ടുന്ന പോലെ തട്ടുന്ന ഇത്തരം മനുഷ്യാവകാശ ദംശനത്തിനും പൗരാവകാശ പീഡനത്തിനുമുള്ള നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം കൂടിയാണ്. ഈ 4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള 4 മാനദണ്ഡങ്ങൾ, 4 നിലപാടുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. സമരപന്തലിൽ നടന്ന പ്രതിഷേധത്തിൽ SC/ST കോർഡിനേഷൻ ചെയർമാൻ മായാണ്ടി അധ്യക്ഷനായി. അമ്പലക്കാട് വിജയൻ, ആറുമുഖൻ, കാർത്തികേയൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.